ADM നവീൻ ബാബുവിന് എതിരെ TV പ്രശാന്തന്റെ പരാതി ലഭിച്ചിട്ടില്ല എന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിക്കുന്നു. കൈക്കൂലി വാങ്ങിയെന്ന പരാതി മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെല്ലിന് ലഭിച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കി. വിവരാവകാശ നിയമപ്രകാരമുള്ള ചോദ്യത്തിനാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് മറുപടി നൽകിയത്. ഫെലിക്സ് നൽകും വിവരങ്ങൾ. ഫെലിക്സ്, ആദ്യ നാളുകളിൽ ADMനെ കുറ്റക്കാരെന്ന് കാണിക്കാൻ ചമച്ചതൊക്കെ ഇപ്പോൾ പൊള്ളയാണെന്ന് തെളിയുകയാണോ? എന്താണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ മറുപടി? പ്രതീക്ഷ, പെട്രോൾ പമ്പ് ഉടമയായ പ്രശാന്ത് ADMന്റെ മരണത്തിന് ശേഷം വ്യക്തമാക്കിയത് ADM കൈക്കൂലി വാങ്ങിയെന്നും ഇത് സംബന്ധിച്ച് പരാതി മുഖ്യമന്ത്രിക്ക് നൽകിയെന്നുമാണ്. അങ്ങനെ ഒരു പരാതിയുടെ പകർപ്പടക്കം പുറത്തുവിടുകയും ചെയ്തു. എന്നാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇത് സംബന്ധിച്ച് വിവരാവകാശ നിയമപ്രകാരം നൽകിയ ചോദ്യത്തിന് മറുപടിയായി നൽകിയിരിക്കുന്നത് അങ്ങനെ ഒരു പരാതിയും മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെല്ലിന് ലഭിച്ചിട്ടില്ല എന്നതാണ്. നേരത്തെ തന്നെ ഇത് സംബന്ധിച്ച് ചില സൂചനകൾ പുറത്തു വന്നതാണ്. കാരണം ഈ പറയുന്ന പരാതിയിൽ നൽകിയ ഒപ്പം തന്നെ NOCയിലെ പ്രശാന്തിന്റെ ഒപ്പും രണ്ടൊപ്പായിരുന്നു. മറ്റു പല ഒപ്പുകളും പ്രശാന്തിന്റെ വ്യത്യസ്തമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പരാതി വ്യാജമാണെന്ന സൂചനകൾ നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. എന്നാൽ പ്രശാന്തൻ ഉറച്ചു നിന്നത് ഇങ്ങനെ ഒരു പരാതി മുഖ്യമന്ത്രി ഓഫീസിൽ നൽകി എന്നതാണ്. ഒപ്പം തന്നെ PPDB എന്ന് പറഞ്ഞത് PPDB ഈ ADMന്റെ യാത്രയപ്പ് ചടങ്ങിൽ എത്തിയ ശേഷം പിന്നീട് കൂടുതൽ തെളിവുകൾ പുറത്തുവിടുമെന്ന് പറയുകയും ചെയ്തിരുന്നു. ഒരുപക്ഷെ ഇതായിരിക്കാം ആ തെളിവുകൾ. ഏതായാലും അങ്ങനെ ഒരു പരാതി ലഭിച്ചിട്ടില്ല എന്ന് മുഖ്യമന്ത്രി ഓഫീസ് തന്നെ വ്യക്തമാക്കുന്നതോടുകൂടി ഈ പരാതി വ്യാജമാണെന്ന് ഇപ്പോൾ കൂടുതൽ വ്യക്തമാവുകയാണ്. ഫിലിക്സ്, അങ്ങനെയെങ്കിൽ ദുരൂഹത ഏറുകയാണല്ലോ ഫിലിക്സ്. തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ നേരത്തെ തന്നെ ഈ ഒപ്പ് വ്യാജമാണെന്നുള്ള നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. എന്നാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഒരു ഔദ്യോഗികമായി ഇക്കാര്യത്തിൽ ഒരു മറുപടി ഇതുവരെയും നൽകിയിരുന്നില്ല. പക്ഷെ ഇപ്പോൾ വിവരാവകാശ രേഖ പ്രകാരം തന്നെ അത് വ്യക്തമാക്കുന്നു. ഇങ്ങനെ ഒരു പരാതിയും TV പ്രശാന്തൻ എന്ന പെട്രോൾ പമ്പ് ഉടമ ADM നവീൻ ബാബു അഴിമതിക്കാരനാണെന്നോ അല്ലെങ്കിൽ കൈക്കൂലി വാങ്ങിയെന്നോ അത്തരം ഒരു പരാതിയും ഇതുവരെയും നൽകിയിട്ടില്ല മുഖ്യമന്ത്രി ഓഫീസിന് എന്നതാണ്. അതായത് ഈ ADMന്റെ മരണവുമായി ബന്ധപ്പെട്ട് CPM-ഉം PPDB-യും TV പ്രശാന്തനെ പിടിവള്ളിയാക്കിയത് പ്രധാനമായും ഇങ്ങനെ ഒരു പരാതി നൽകിയിരുന്നു എന്നതാണ്. പക്ഷേ അങ്ങനെ യാതൊരു പരാതിയും ലഭിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നത് മാത്രമല്ല ഒരു വ്യാജരേഖ നിർമ്മിക്കുകയും ആ വ്യാജരേഖ പുറത്തുവിടുകയും അത് ഒരു പ്രധാനപ്പെട്ട രേഖയാണെന്ന് വാദിക്കുകയും TV പ്രശാന്തൻ അടക്കം പരസ്യമായി ചെയ്തതാണ്. പക്ഷേ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായി വ്യക്തമാക്കുന്നു ഇങ്ങനെ ഒരു പരാതിയും ADMനെതിരെ മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെല്ലിന് ലഭിച്ചിട്ടില്ല എന്നതാണ്. അത് മുസ്ലിം ലീഗ് ഈ സംഭവത്തിൽ അതായത് CPM കൂടി മറുപടി പറയേണ്ട ഒരു വിഷയമായി മാറുന്നു. കാരണം ഔദ്യോഗിക ഫോറത്തിലാണ് ഈ മറുപടി ലഭ്യമായിരിക്കുന്നത്. അന്ന് മുതൽ അങ്ങനെയെങ്കിൽ ഈ വ്യാജരേഖ ഉണ്ടാക്കിയത് ആരാണ്? അന്ന് ഈ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ പിടിച്ചു നിൽക്കാൻ പിടിവള്ളിയായി തട്ടിക്കൂട്ടിയതാണോ? അത് പ്രശാന്തനാണോ? PPDB പിന്നെ എന്തിനത് ഏറ്റുപിടിച്ചു? പിന്നാലെ നേതാക്കൾക്കൊക്കെയും ഈ ADMനെ കുറ്റക്കാരനാക്കി ADM കൈക്കൂലിക്കാരനാണ് എന്ന് സ്ഥാപിക്കാനുള്ള വ്യഗ്രതയാണ് പല നേതാക്കന്മാരിൽ നിന്നും ഉണ്ടായത്. അവിടെയൊക്കെ ഇവർ ആഡ് ചെയ്തത് ഏറ്റുപറഞ്ഞത് ഇത്തരം പരാതി കൂടി ആയിരുന്നു. അങ്ങനെയെങ്കിൽ ഇതിലൊക്കെ ഒരു വ്യക്തത വരണം. സമഗ്രമായ അന്വേഷണത്തിന് കൂടി വഴി തുറക്കുന്ന രീതിയിലേക്കാണോ ഇന്നിപ്പോൾ ഈ ഔദ്യോഗിക ഫോറത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിവരാവകാശ പ്രകാരം ലഭിച്ചിരിക്കുന്ന മറുപടി? ഫിലിക്സ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ഈ ADM നവീൻ ബാബുവിനെതിരെ ഇങ്ങനെ ഒരു ആരോപണം PPDB യാത്രയപ്പ് ചടങ്ങിൽ വന്ന് ഉന്നയിക്കുന്നു. അതിന് തൊട്ട് പിറ്റേ ദിവസം രാവിലെ ADMനെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നു. അതിന് പിന്നാലെയാണ് ഇത് പുറത്തു വരുന്നത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു പരാതി വ്യാജമായി തയ്യാറാക്കിയത് ഒരു പക്ഷേ ADM മരിച്ചതിന് ശേഷമായിരിക്കാം എന്നതാണ്. അതായത് ഈ പരാതിയിൽ തന്നെ പറയുന്നത് ADM ചുമതല വഹിച്ചിരുന്ന നവീൻ ബാബു എന്നതാണ്. അങ്ങനെ പരാതിയിൽ പോലും അവർ എഴുതുമ്പോൾ പോലും അതിൽ പോലും അവർക്കൊരു പിഴവ് സംഭവിച്ചിരിക്കുന്നു. അപ്പോൾ തന്നെ വ്യക്തമായതാണ്. ഇപ്പോൾ ഈ മുഖ്യമന്ത്രി ഓഫീസിന്റെ വിവരാവകാശ രേഖയിൽ നിന്ന് വ്യക്തമാകുന്നത് ഈ പരാതി തയ്യാറാക്കിയത് ADM നവീൻ ബാബു മരിച്ചതിന് ശേഷമാകാം എന്നത് കൂടിയാണ്. മുസ്ലിം ലീഗിന്റെ ഇരിക്കൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി TNA ഖാദറാണ് ഇത് സംബന്ധിച്ച വിവരാവകാശ രേഖ പ്രകാരം ഇങ്ങനെയൊരു ചോദ്യം മുഖ്യമന്ത്രി ഓഫീസിന് നൽകിയത്. അതിൽ ലഭിച്ച മറുപടിയിലാണ് ഇങ്ങനെ ഒരു പരാതിയും ADMനെതിരെ നവീൻ ബാബുവിനെതിരെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ലഭിച്ചിട്ടില്ല എന്ന് ഔദ്യോഗികമായി വ്യക്തമാക്കുന്നത്. അതായത് ഇങ്ങനെ ഒരു പരാതി വ്യാജമായി ചമച്ചതാണ്. ആ പരാതി വ്യാജമായി ചമച്ചത് നവീൻ ബാബു അല്ലെങ്കിൽ നവീൻ ബാബുവിന്റെ മരണത്തിന് ശേഷം ഒരു പിടിവള്ളിയായി എന്തെങ്കിലും വേണം എന്നതിലൂടെ അടിസ്ഥാനത്തിലാണ്
ഇക്കാര്യത്തിൽ തന്നെ വ്യക്തത വേണമെങ്കിൽ സമഗ്രവും നിഷ്പക്ഷവുമായ അന്വേഷണം വേണം. ഹൈക്കോടതിയിലേക്ക് CBI അന്വേഷണവുമായി പോകുന്ന കുടുംബത്തിനടക്കം വാദിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം കൂടി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള ഈ ഔദ്യോഗിക അറിയിപ്പിലൂടെ ലഭ്യമാവുകയാണ്. ഫെലിക്സ് ആണ് വിവരങ്ങൾ പങ്കുവച്ചത്.